ഒരിക്കൽ കടലിനോട് ചേർന്നുള്ളൊരു ഗ്രാമത്തിൽ ഒരു ഉപ്പുണ്ടാക്കുന്ന കർഷകൻ താമസിച്ചിരുന്നു. അയാളുടെ പേര് രാമു എന്നായിരുന്നു. രാമുവിന് മടിയനായൊരു കഴുതയുണ്ടായിരുന്നു. പേര് കിട്ടൻ. ഗ്രാമത്തിൽ നിന്ന് കുറച്ചു ദൂരെയുള്ളൊരു പട്ടണത്തിലേക്ക് ചാക്കുകളിലാക്കിയ ഉപ്പ് കൊണ്ടുപോവുക എന്നതായിരുന്നു കിട്ടൻ്റെ ജോലി. എന്നിട്ട് ഉപ്പ് അവിടെ വിൽക്കും. എല്ലാ ദിവസവും കിട്ടനും രാമുവും ചെറിയ തോടിനു കുറുകെയുള്ളൊരു മരപ്പാലം കടന്നാണ് പട്ടണത്തിലേക്ക് പോവാറ്. ഒരു ദിവസം രാവിലെ രാമു അവരുടെ പതിവ് യാത്രയ്ക്കായി കഴുതയെ തയ്യാറാക്കുകയായിരുന്നു. അയാൾ ചാക്കുകളിലാക്കിയ ഉപ്പ് കിട്ടൻ്റെ പുറകിൽ കയറ്റി. ഓ, വല്ലാത്ത വിശപ്പ്. നീ നടന്നു തുടങ്ങിക്കോ, ഞാൻ എത്തിക്കോളാം, രാമു പറഞ്ഞു. ഓ, ഞാൻ ഇങ്ങനെ എന്തിനു ജോലി ചെയ്യണം? എനിക്ക് പുല്ലും തിന്ന് കിടന്നാ പോരെ. വല്ലാത്ത കഷ്ടപ്പാട് തന്നെ. മടിച്ചു കിട്ടൻ പതുക്കെ നടന്നു തുടങ്ങി. മനസ്സില്ലാ മനസ്സോടെ മരപ്പാലത്തിലേക്ക് കയറിയതും കാല് തെറ്റി കിട്ടൻ വെള്ളത്തിലേക്ക് വീണു. കിട്ടൻ പതിയെ കരയ്ക്ക് കയറി നടന്നു തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭാരം നന്നേ കുറഞ്ഞതായി കിട്ടന് മനസ്സിലായി. ആഹാ, ഇത് നല്ല ഐഡിയ ആണല്ലോ. വെള്ളത്തിൽ വീണ ഭാരം നന്ന കുറയുമല്ലേ. ഇനി മുതൽ എന്നും അങ്ങനെ തന്നെ ചെയ്യണം. പട്ടണത്തിലെത്തി കടയിൽ ഉപ്പ് തൂക്കി നോക്കിയപ്പോൾ രാമുവിന് വലിയ ദുഃഖം വന്നു. അയ്യോ, ഇതിനു ഭാരം തീരെ കുറവാണല്ലോ, സാധാരണ ഉള്ളത്ര ഇല്ലല്ലോ. രാമുവിന് ആകെ വിഷമമായി. അത് കണ്ടപ്പോൾ കിട്ടന് സന്തോഷം തോന്നി. കനത്ത ഭാരം വഹിക്കുന്നത് ഒഴിവാക്കാനുള്ള ഒരു സമർത്ഥമായ മാർഗം തിരിച്ചറിഞ്ഞ കിട്ടൻ എല്ലാ ദിവസവും ഈ തന്ത്രം ആവർത്തിക്കാൻ തീരുമാനിച്ചു. ഓരോ തവണയും പാലത്തിനടുത്തെത്തുമ്പോൾ കിട്ടൻ തോട്ടിലേക്ക് ചാടും. ഉപ്പ് അലിഞ്ഞു ചേരുകയും ഭാരം കുറയ്ക്കുകയും ചെയ്യും. പുറകെ എത്തുന്ന രാമു പട്ടണത്തിലെത്തി ശേഷിക്കുന്ന ഉപ്പ് തൂക്കി നോക്കിയപ്പോൾ വിഷമത്തിലായി. എന്തുകൊണ്ടാണ് ഇത്രയധികം ഉപ്പ് നഷ്ടപ്പെടുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും രാമുവിന് മനസ്സിലായില്ല. കിട്ടൻ സന്തോഷത്തോടെ തൻ്റെ തന്ത്രം തുടർന്നു. എന്നാൽ ഒടുവിൽ രാമുവിന് സംശയം തോന്നി. ഒരു ദിവസം രാമു കിട്ടനെ രഹസ്യമായി പിന്തുടരാൻ തീരുമാനിച്ചു. കിട്ടൻ തന്നെ പറ്റിക്കുന്നത് കണ്ടുപിടിച്ച രാമുവിന് അതിയായ സങ്കടവും ദേഷ്യവുമൊക്കെ വന്നു. കിട്ടനെ ഒരു പാഠം പഠിപ്പിക്കാൻ രാമു തീരുമാനിച്ചു. അടുത്ത ദിവസം പതിവ് പോലെ രാമു കിട്ടൻ്റെ പുറത്ത് ചാക്കുകെട്ടുകൾ കയറ്റി വെച്ചു. പക്ഷേ ഉപ്പിനു പകരം പഞ്ഞിക്കെട്ടുകളായിരുന്നു ചാക്കിൽ നിറച്ചത്. കിട്ടൻ പതിവ് പോലെ തോട്ടിലേക്ക് ഇറങ്ങി. ചാക്കുകെട്ടുകൾ മുങ്ങും വരെ വെള്ളത്തിലേക്ക് ഇറങ്ങി. എന്നിട്ട് കരയ്ക്ക് കയറി. പഞ്ഞിക്കെട്ടുകൾ നനഞ്ഞു. ഭാരം നന്നായി കൂടി. മുതുകിൽ ഭാരം താങ്ങാൻ പറ്റാതെ കിട്ടൻ വലിഞ്ഞ് കരയ്ക്ക് കയറി. ഭയങ്കര ഭാരം. എന്താണ് സംഭവിക്കുന്നത് എന്ന് കിട്ടന് മനസ്സിലായില്ല. ഭാരം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. കിട്ടൻ ആകെ നടക്കാൻ വയ്യാതെ മറിഞ്ഞു വീണു. അപ്പോൾ രാമു അടുത്തെത്തി ചാക്കുകെട്ടുകൾ ഇറക്കി വെച്ചു. കിട്ടന് തൻ്റെ തെറ്റു മനസ്സിലായി. രാമു പറഞ്ഞു, ഇത് നിനക്കൊരു പാഠമായിരിക്കട്ടെ. നിനക്ക് മാത്രമല്ല, മറ്റുള്ളവരെ പറ്റിച്ച് ജോലി ചെയ്യാതെ ജീവിക്കുന്ന എല്ലാവർക്കും. അതിനുശേഷം കിട്ടൻ ഉത്സാഹത്തോടെ തൻ്റെ പണിയെടുക്കാൻ തുടങ്ങി.